ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ BP എന്ന ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ആപ്പ് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ നമുക്ക് വാലറ്റിൽ 17 രൂപ ഉണ്ടാകും. അതുകൂടാതെ ടാസ്ക് എന്ന സ്ഥലത്ത് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ ഒരു 7 രൂപ കിട്ടും. അങ്ങനെ 24 രൂപ വാലറ്റിലുണ്ടാകും. നമ്മളിതിൽ ഏതെങ്കിലും പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ എമൗണ്ട് വാലറ്റിലുള്ള എമൗണ്ട് മൈനസ് ചെയ്ത് വേണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പ് ഒരു ഡിഫറെൻ്റ് കോൺസെപ്റ്റാണ്. സാധാരണ ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിൽ 3 സെക്ഷൻ ഉണ്ടാകും. അതിൽ ഫസ്റ്റ് സെക്ഷനിലുള്ള പ്ലാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലാനിലെ എമൗണ്ട് നമുക്ക് ഇൻകം കിട്ടുകയില്ല. പക്ഷേ ഈ ആപ്പിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനിലെ പ്ലാനുകളാണ് ബൈ ചെയ്യേണ്ടത്. അതിലാണ് നമുക്ക് ഡെയിലി ഇൻകം ആഡാകും. ഇതിൽ സാധാരണ ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിൽ ഡെയിലി ഇൻകം ഇല്ല. പക്ഷേ ഇതിൽ ഡിഫറെൻ്റ് കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഇതിൽ ഫസ്റ്റ് സെക്ഷനിലെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഡെയിലി ഇൻകം വരും. ഇതിൽ ആദ്യത്തെ 3 പ്ലാൻ ഒഴികെ ബാക്കിയെല്ലാം പ്രീ സെയിലാണ് ഉള്ളത്. ആദ്യത്തെ 3 പ്ലാനിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രീ സെയിലിൽ കിടക്കുന്ന ഈ പ്ലാനുകളെല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ആപ്പ് ക്ലോസ് ആകും. അതിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് പ്ലാനോ സെക്കൻഡ് പ്ലാനോ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കണം. ഇതിൽ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് എന്ന സെക്ഷനിൽ പ്ലാനുകളൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ഇതിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും. ഈ ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പിലിടുന്ന ഈ ആപ്പിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന പ്ലാൻ എന്ന് പറയുന്നത് 1200 രൂപയുടെ പ്ലാനും അടുത്തത് 2500 രൂപയുടെ പ്ലാനും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിൽ 100% പ്രോഫിറ്റാണ്. അത് കാരണം ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പ് ഒന്നും മിസ് ചെയ്യരുത്. പിന്നെ ഇതിൽ സെറ്റിംഗ് സെക്ഷനിൽ ബാലൻസ് റെക്കോർഡ്സ്, വിഡ്രോവൽ റെക്കോർഡ്സ്, ഡെപ്പോസിറ്റ് റെക്കോർഡ്സ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിലെ മിനിമം വിഡ്രോവൽ 300 രൂപയാണ്. 11% ടാക്സ് പിടിച്ചിട്ടാണ് നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നത്. അതുകൊണ്ട് വിഡ്രോവൽ ചെയ്യുന്ന 300 രൂപ അങ്ങനെ തന്നെ നമുക്ക് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവില്ല. ട്രേഡ് പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ വിഡ്രോ ചെയ്യാനുള്ള പാസ്വേഡാണ്. അത് നമ്മൾ ആദ്യമേ കൊടുത്തിരിക്കണം. ബാങ്ക് ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. ഇതിൽ ഡെയിലി സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ടാസ്ക് എന്ന സ്ഥലത്തിലുണ്ട്. ടാസ്ക് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ ഡെയിലി സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ 7 രൂപ വെച്ചിട്ട് വാലറ്റിൽ ആഡാകുന്നുണ്ട്. ഇതിൽ വിഡ്രോവൽ ചെയ്യാനുള്ള എമൗണ്ട് വിഡ്രോവൽ ബാലൻസ് എന്ന സ്ഥലത്താണ് ആഡാകുന്നത്. അതിൽ 300 രൂപ ആയാൽ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. ഡെപ്പോസിറ്റ് ചെയ്താൽ എമൗണ്ട് കറണ്ട് ബാലൻസ് എന്ന സ്ഥലത്താണ് ആഡാകുന്നത്. ഡെയിലി സൈനിനും എക്സ്ചേഞ്ച് കോഡും യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു എമൗണ്ട് വാലറ്റിൽ ആഡാകും. ഈ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് എന്ന സ്ഥലത്ത് പ്ലാൻ ലോഞ്ച് ചെയ്യുമ്പോൾ ആ എമൗണ്ട് നമുക്ക് ലെസ് ചെയ്തുകൊണ്ട് ബാലൻസ് എമൗണ്ട് മാത്രം ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ആപ്പ് യൂസ് ചെയ്യുന്നവർ ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഈ വെൽഫെയർ ചാനൽ എന്ന സ്ഥലത്ത് ജോയിൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡാകാൻ കഴിയും. അതിൽ ഡെയിലി എക്സ്ചേഞ്ച് കോഡ് വരുന്നുണ്ട്. ആ എക്സ്ചേഞ്ച് കോഡ് ഇവിടെ എക്സ്ചേഞ്ച് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ റിഡം കോഡ് എന്നതിൽ ടൈപ്പ് ചെയ്ത് കൺഫേം കൊടുക്കുകയാണെങ്കിൽ അതിലൊരു എമൗണ്ട് ആഡാകുന്നുണ്ട്. ഹോം പേജിൽ മുകളിൽ ഹെഡ്സെറ്റിൻ്റെ സിമ്പിൾ കൊടുത്ത സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലെ മാനേജറിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഏതെങ്കിലും കാരണവശാൽ വാലറ്റിൽ ആഡായില്ലെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇനി ഒരാളെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ മൈ ടീം എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിങ്ക് കാണാം. കോപ്പി ലിങ്ക് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അയച്ച് അവരെയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലിങ്കിൽ കയറി ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 26% അതിൽ നിന്നും കമ്മീഷൻ കിട്ടുന്നുണ്ട്.
എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പ്ലാനോ സെക്കൻഡ് പ്ലാനോ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ആപ്പിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്.